guys, welcome back to Videos. Guys, ഇന്നത്തെ വീഡിയോയിൽ Who Does It Challenge. ഇതാ എന്റെ കയ്യില് ഒരു ബൗൾ ഉണ്ട് ആൻഡ് സം പേപ്പേഴ്സ് വിത്ത് അടിപൊളി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാണ് അത് പറഞ്ഞുതരാം. Who Does It Challenge. ഓക്കെ, സാധനം എടുക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു 20-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എടുക്കാം, തുടങ്ങാം. എന്നാ നീ എടുത്ത് ഐശ്വര്യമായിട്ട് എടുത്തോ. Who is most likely to wear mismatched clothes? എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞ കാരണം എന്തായാലും എല്ലാവർക്കും അറിയുന്നതാണ്. അതെ, ഇവിടെ പച്ച കിട്ടാൽ ഇവിടെ മഞ്ഞ. അതും പാന്റ് ഇവന്റെയും ഷർട്ട് ടീഷർട്ട് ഇവന്റെയും അങ്ങനെയായിരിക്കും. എന്റെ നോർമൽ ടീഷർട്ട് അവന് ഓവർ സൈസ് പോലെ ഇട്ടു നടക്കും. സത്യം. ഇവിടെ ആരുടെ ഇടാത്തത്? ആമീസിന് മാത്രമാണ്, ബാക്കി എല്ലാവരും ഇടാത്തത്. ഒരു ദിവസം റാഷിക്കിന്റെ ഡ്രസ് അവൻ എടുത്തോണ്ട് പോയിട്ട് അവൻ ചീനിയാക്കി കൊണ്ടുവച്ച് റാഷിക്ക് 2 ചീത്ത പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതാണ് ഡ്രസ്സുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഗൈസ്. ഓക്കെ, ഞാൻ ചീത്ത പറഞ്ഞിട്ട് പോലാണെങ്കിൽ അത് തന്നെ പിന്നെയും ചെയ്യുന്നു. നിന്നെ വില ഇല്ലാതെ അതോ Who is most likely to get lost even with GPS? Even with GPS ഉണ്ടായിട്ടും വഴി തെറ്റിക്കുന്ന ആരാന്നല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. അന്ന് ഈ റീസെന്റ് പോയതാണെങ്കിൽ ആരായിരുന്നു? കാറിലാ നീ. ശരിയാണ്, കൊമ്പൻ തന്നെ. കാരണം നമ്മൾ എവിടെ ട്രിപ്പ് പോകണെങ്കിലും എവിടെ പോകണെങ്കിലും അധികം ഇവനായിരിക്കും മാപ്പ് ഇടുന്നത്. കാരണം എനിക്ക് ഫോണ് നോക്കിയാൽ ഞാൻ തലറിയി ചത്തുപോകും. ഓക്കെ, പിന്നെ ഇവനാണ് അധികം അത് തല ഇറങ്ങും. ഇവന് പിന്നെ ആ സിക്നെസ് ഇല്ലാതെ, ആ സിക്ക് ഇല്ലാതാണ് കഴിച്ചത്. അപ്പൊ എന്തായാലും ഇവനാ നോക്കുന്നത്. ഇടക്ക് എന്താ പറയാ, രണ്ടെണ്ണം ഒന്ന് ഇവനും ഉണ്ട്, ഒന്ന് വക്രിയുണ്ട്. അല്ല, പക്ഷെ ഇവനാണ് കൂടുതൽ മാപ്പ് ഇടുന്നത്. ഇവനാണെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മാപ്പാതും ഇടും. അത് പിന്നെ റീൽസിലേക്ക് പോകും. പിന്നെ ഞാൻ ചോദിക്കണം മണം എത്തുമ്പോഴത്തേക്ക് എങ്ങോട്ടാ പോകണ്ടേ? ഒരു മിനിറ്റ്. ഇവനാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യത്തില്ല, ഏതെങ്കിലും കാട്ടി കൂടെ കയറി പോകും. ഒരു പ്രാവശ്യം കാറിൽ പോണ സമയത്ത് ബൈക്കിന്റെ മാപ്പ് ഇട്ടായിരുന്നു. ബൈക്ക് പോണ കൂടെ കാറ് പോയി. അതാണ് കോമഡി. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ശരിക്കാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരാണ് മാപ്പ് വെക്കേണ്ടത് ഗൈസ്. ഓക്കെ, Who is most likely to spend all their money on something dumb? ഒരു കാര്യമില്ലാത്തതിന് എല്ലാ പൈസ ചെലവാക്കണം. ഒരു കാര്യമില്ലെങ്കിൽ എല്ലാ ഈ ചുമ്മാ ഫുഡാണ് അങ്ങനെ എന്തിനാണെങ്കിലും ചുമ്മാ സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. ബ്രോ വിശന്ന് സത്യം വിശന്ന് കഴിഞ്ഞാൽ വിശപ്പ് മാറാൻ കഴിക്കാം. സത്യം ഇത് ആക്രാന്തം മാറാൻ ഗൈസ്, ഞാൻ ചാലഞ്ച് ചൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും വാങ്ങി തരും, അത് മറക്കാനോ. എന്നാലും കൊറേ സാധനങ്ങൾ എന്തൊക്കെയോ മേടിച്ചു കൂട്ടുന്നുണ്ട് അവിടെ. എനിക്കറിഞ്ഞൂടാ. ഫുഡ് കഴിക്കണ മാത്രമല്ല, കുറെ ഗാഡ്ജറ്റ്സുകൾ വാങ്ങി. ശരി, വെയിറ്റ്, എത്ര ഇയർഫോൺ ഉണ്ടോ നിനക്ക്? ഹെഡ്ഫോണും കൂട്ടിയിട്ട് 3 എന്തിനാ 3 ശരി, പോട്ടെ. അതോ ഡ്രൈവിംഗ് പഠിക്കാൻ അത്ര. ഒരു കാര്യം ചുമ്മാ ഇരിക്കാം അവിടെ. ഇപ്പൊ ഒരു 2 കൊല്ലമായിട്ട് ഞാൻ അത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, വെറുതെ ഇരിക്കുന്നു. സത്യം കേട്ടാ. നമുക്കൊരു ആഗ്രഹം തോന്നി അതാണ് അതിന്റെ. പക്ഷെ ഹെഡ്ഫോൺ ഇയർഫോൺ ഒന്ന് ഇയർബഡ്സ്, പിന്നെ വയേർഡ് ഇയർഫോൺ, അത് അത് മറ്റേ എയർപോർട്സിന് ചാർജ് ചെയ്യുമ്പോ അത് യൂസ് ചെയ്യാം. പിന്നെ ഹെഡ്ഫോൺ PC കണക്ട് ചെയ്യാം. എല്ലാം യൂസ് ആണ്. Who is most likely to cancel plan at the last time? At the last minute പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ വരാൻ പറ്റില്ലെങ്കിൽ ആദ്യം വരാൻ പറ്റില്ല. ഞാൻ ആദ്യം പറയാൻ പറ്റില്ല. ഇത് ലൈക്ലി ടു ക്യാൻസൽ ആ ലാസ്റ്റ് മിനിറ്റിൽ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെ ക്യാൻസൽ ചെയ്യാറില്ല. പക്ഷേ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചോ. അപ്പോ അവിടെ ആ പ്രതീക്ഷ എല്ലാം തെറ്റിച്ചോണ്ട് ഞാനില്ല എന്ന് പറയുന്ന വ്യക്തി ട്രാവൽ സിക്നസ് ആണ് മെയിൻ കാരണം. എന്നാലും പോവാൻ ശ്രമിക്കും. Who is most likely to take phone to bathroom? അത് എല്ലാരും ഇല്ല. ഞാൻ ബാത്റൂം പോകുമ്പോ ഫോൺ എടുക്കില്ല. ഞാൻ എടുക്കും. അതാ ഫുൾ ടൈം. അത് 24/7 ഇങ്ങനെ ഇരിക്കുന്നത്. കുളിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവന്റെ കാര്യം നമ്മൾ കണ്ടിട്ടില്ല. ഇവ ബാത്റൂം പോണ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ബാത്റൂം ഒക്കെ ഉണ്ട്. ഇല്ല, ഞാൻ ഫോൺ എടുക്കില്ല. ഞാൻ ഏതോ റീൽ ഉണ്ടായിരുന്നു, ബാത്റൂം പോകുമ്പോ ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ബാത്റൂമിലെ ജെംസ് ഒക്കെ ഫോണിലോട്ട് പിടിച്ചപ്പോ പോട്ടെ, ഇവിടെ എല്ലാരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫോൺ എല്ലാം നീ യൂസ് ചെയ്യാറുണ്ടല്ലോ സുഭാഷ്. അപ്പൊ ഞാനങ്ങനെ ഉപയോഗിക്കില്ല. 1-2 വട്ടം ഉപയോഗിച്ചു. അത് ഫോൺ കോൾ വന്നപ്പോ അങ്ങനെ ഫോണിലോട്ട്. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. കാരണം ബാത്റൂമിൽ പോകുമ്പോഴത്തേക്കും ഫോൺ യൂസ് ചെയ്യുന്നത് ഞാൻ റീല് കണ്ടാണ് എത്രത്തോളം അത്
റിയാലിറ്റി ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റഷീഡിയുടെ ബ്രഷ് ഒക്കെ എവിടെ ഇരിക്കുന്നത്? ബ്രഷ് എന്റെ അലമാറയില്, ഏതെല്ലാം പേരല്ലേ? റൂമ് തലമാറയില്, ബാത്റൂമിലാണ് ഇരിക്കുന്നത്. അല്ല ബാത്റൂമിൽ നമുക്കില്ല. ഞാൻ ബാത്റൂമിൽ. അയ്യോ. അതുപോലെ തന്നെ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ക്ലോസറ്റിന്റെ അടുത്ത് വെക്കാൻ പാടില്ല. ക്ലോസറ്റും വാഷ് ബേസിന്റെ അടുത്ത് വെക്കാൻ പാടില്ല എന്നാണ് ഉള്ളത് കറക്റ്റ്. കാരണം അവിടുത്തെ ജെയിംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഫ്ലഷ് അടിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ആരൊക്കെയാണ് ഇവരൊക്കെ തന്നെ അല്ല. എന്തിനാ കൊണ്ടാണ് ഫോണ് ബാത്റൂമിൽ? അത് പറഞ്ഞില്ല. ഫോൺ കുത്തിക്കൊണ്ടിരിക്കാൻ. ബാത്റൂം പോയിട്ട് എന്തിനാ ഫോൺ ഉപയോഗിക്കുന്നത്? റീൽസ് കാണാം, കുളിക്കുമ്പോ വീഡിയോസ്, എന്ത് യൂട്യൂബ് വീഡിയോസ് ആണോ? അല്ല പിന്നെ അല്ല പിന്നെ വേറെന്താ? അല്ലാതെ പിന്നെ വീഡിയോസ് നമ്മൾ അതിനകത്ത് ഇരുന്ന് കാണുക. എനിക്കറിയത്തില്ല. നീ എന്തോ അറിയാം. ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് അങ്ങനെയാണ്. ഓക്കെ, അടുത്തെടുക്ക് ഇനി കൂടുതൽ നമ്മൾ ഡീറ്റെയിൽസിലോട്ട് പോയത്. Who is the most likely to get into an crash or accident? അങ്ങനെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ കഴിഞ്ഞ മാസം തന്നെ എത്ര രണ്ടോ? കഴിഞ്ഞ മാസം 2 എണ്ണം. കഴിഞ്ഞ മാസം 2 എണ്ണം അത് ഇവിടെ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനി പറഞ്ഞോളൂ. അത്രയുള്ള 2 ഇവിടെ അറിയാതെ ഡീൽ ചെയ്ത് വിട്ട്. ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കും. ചേട്ടാ എവിടെ? പെട്ടെന്നോ എന്താ കാര്യം? എന്താ ഒന്നും ചേട്ടാ, ഞാൻ വണ്ടി ഇടിച്ചു. ഞാനപ്പത്ത് ആദ്യത്തെ ഓക്കെ ഞാൻ ഇവരുണ്ടായിരുന്നു, രണ്ടാമത്തെ അടി ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളു. എവിടെ നീ കൊണ്ട് കുത്തിയത്? വേവാ രണ്ടാമത്തെ വണ്ടി അതേ വണ്ടി. ഇത് തന്നെ ഒരു മാസം 2 എണ്ണം. അല്ല, ബൂട്ട് ക്യാമ്പ് മൊത്തം ചരിത്രം മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ കയ്യും കണക്കും. പക്ഷേ സീരിയസ് ഇടിയാണെങ്കിൽ പക്ഷെ ഇത് ഞാൻ ഐസി വരെ പോയില്ല, കാഷ്വാലിറ്റി വരെ പോയി. അതിന് മുന്നേ ചത്തു. അയ്യോ, 2 ജന്മത്തിന് കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. അയ്യോ, ഇങ്ങനെ പറഞ്ഞ ആരോടെ വന്നാലും വക്രോടെ പോകത്തില്ല. ടെൻഷനാ. ഓ ഗൈസ്, അപ്പൊ എന്തായാലും അതും വക്രി സ്കോർ ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇത് ചാനലിന്റെ പേര് മാറ്റി അവന്റെ പേര്. അവൻ വണ്ടി ഇടിച്ചാലും മറ്റേ വണ്ടി ഓപ്പോസിറ്റ് തന്നെ വണ്ടിക്കാരനായിരിക്കും പ്രശ്നങ്ങൾ. അന്ന് അവനൊരു വണ്ടി ഇടിച്ചത് കാറാണ് പറയാനായിട്ട് തുടങ്ങിയത്. മോഡലിലേക്ക് പോകാൻ തുടങ്ങി. Who is most likely to become famous? ആരാണ് കൂടുതൽ ഫേമസ് ആവാന്നാണ്? അതോ അതിന് ഫേമസ് ആവാനൊന്നും ഇല്ലല്ലോ. KMC നമ്മുടെ കൂടുതൽ ഫേമസ് പേഴ്സൺ KMC ഓൾറെഡി ഫേമസ് ആണ്. ഇനി ആവണം എനിക്ക് ഫേമസ്. എനിക്കാവണ്ട. ഞാൻ കുറച്ച് പ്രൈവറ്റ് ലൈഫ് അഹങ്കാരല്ലേ? ഞാൻ സത്യം പറഞ്ഞ പ്രൈവറ്റ് ലൈഫ് ആഗ്രഹിക്കുന്നു. ആണോ? പ്ലാസ്റ്റിക് സർജറി പ്രൈവറ്റ് ആവാൻ വേണ്ടി. അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ലാണ്ട് പ്രൈവറ്റ് പ്ലാസ്റ്റിക് സർജറി അറിയുന്നില്ലേ? എടാ, ഇതിനകത്ത് ഫേസിന് ഒന്നും മാറ്റണ്ട. താടി മീശം വരാത്തൊരു ക്രീം എടുത്ത് തേക്കുക. അല്ലല്ലോ അപ്പൊ പിന്നെ എളുപ്പമായി. ആവശ്യമില്ലാത്ത കട്ട് എനിക്ക് അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞില്ലല്ലേ. മറ്റേ ഡെയിലി സിനിമ നമ്മളല്ല എന്നെപ്പോഴുള്ളവർക്ക് ആടായില്ലേ നീ? എന്തിനാണ് അളിയാ സ്വന്തമായിട്ട്? Who is most likely to talk to animals like they are people? No. ഇവിടെ അനിമൽ ഒന്നും ഇല്ലല്ലോ. അതായത് അത് വക്രയെന്ന് തോന്നുന്നുണ്ട്. പൂച്ചനെ പട്ടിനെ പൂച്ചനെ പറ്റുന്നില്ല. തവളയോട് വരെ സംസാരിച്ചിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്. അതും നടന്നിട്ടല്ല, വണ്ടിയിൽ തവള തവളനോട് കഴിച്ചു. അത് ഞാൻ ബാക്കിലുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. വേറെ ആരുണ്ട് ഉറുമ്പിനോടൊക്കെ സംസാരിക്കാൻ? ഇവിടെ ഓടിക്കുന്ന പട്ടിയൊക്കെ പട്ടിയുടെ അത് ശരിയാ. ഞാൻ വണ്ടി പറയുന്നപ്പോഴത്തേക്ക് തവളയോട് ഉറുമ്പിനോട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എഡ്മിൻ BCB. Who is most likely to be lazy at everything? എല്ലാത്തിലും ഈ കളിതമാശയായിട്ട് നടക്കാൻ ആർക്കാണ് ലേസി പറഞ്ഞ മടിയാണ്. മടി. KMC തുപ്പി കാണിച്ചിട്ട് മടിയനാരാ ഞാൻ പറയണല്ലോ കേട്ടാ. ആരാ? പക്ഷെ എല്ലാത്തിലും ഗെയിം കളിക്കാൻ മടിയില്ല. അത് പറ കാര്യം. ഇവിടെ മടിയില്ല. മടി ഇല്ല. ഇവിടെ ഇതിനെ മടിയില്ലാത്തെന്ന് പറഞ്ഞേ. ബ്രോ ഏതിനാ മടിയില്ലാത്ത? അല്ല, ജിം എടുത്ത് വെച്ചാൽ ജിമ്മിന് പോകാറുണ്ട്. അത് നീ പോറല്ല. ഇപ്പൊ നീ പോട്ടെ. അത് പോലില്ല. അത് വിടുക. നമുക്ക് ഓരോന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ജിമ്മിന് പോകാൻ മടിയാണ്. നിന്റെ പേരും കൂട്ടണം. അത് നിന്നെ ക്രോസ് രാവിലെ എഴുന്നേക്കാൻ മടി. എനിക്ക് മടിയൊന്നുമില്ല. നേരത്തെ കിടക്കാൻ മടി. സമയത്തിന് ഫുഡ് കഴിക്കാൻ മടി. അതിപ്പോ ഇവിടെ
ആരാ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നത്? നീ കഴിക്കാറുണ്ടോ? ഇവിടെ ഒരു മനുഷ്യനും കഴിക്കാറില്ല കറക്റ്റ് ടൈമിന് ഫുഡ്. അടുത്തത് ഒഴിച്ച് ബാക്കി എല്ലാവരും സമയം തെറ്റി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചായ കുടിക്കാൻ പുറത്തേക്ക് പോകുമ്പോൾ വിളിക്കുമ്പോ വരാറില്ല. മടി, ബെഡിൽ കിടന്നാ മടി, മടി. ഒരു ഭാഗത്ത് ഇരുന്നാലോ ഒരു ഭാഗത്ത് കിടന്നാലോ പിന്നെ എണീക്കാൻ മടിയാ. എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടി. ഉദാഹരണം ജിമ്മിൽ പോയി തളർന്ന് വന്നപ്പോഴത്തേക്കും ചാലിയാസ് അവിടെ ബെഡിൽ കിടക്കുക. എന്നിട്ട് എന്നോട് പറയാ ഒരു ബാഗ് ഉണ്ടായി അതല്ല, ഉദാഹരണം പറഞ്ഞുതരാ. ഇപ്പൊ ഇവിടെ ഷൂട്ട് കഴിഞ്ഞാലോ ഇവിടുന്ന് എണീക്കാൻ മടിയായിരിക്കും. കൺഫേം ആണ്. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഒന്ന് ഇങ്ങനെ അങ്ങനെ പയ്യെ എണീക്കും. വെറുതെ ഹേറ്റേഴ്സ് വരും. പിന്നെ haters എനിക്ക് ബെഡ് ആണെങ്കിൽ ഇവന് PC കേട്ടല്ല. പിന്നെ ഞാൻ മടിയാണ്. പിന്നെ എനിക്ക് ബെഡിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് മടിയാണ്. മടിയുണ്ടോ? ഓ നല്ല മടിയുണ്ട്. അല്ല, ചായ കുടിക്കാൻ വിളിച്ചാലും മടിയില്ല, ബാക്കി എല്ലാത്തിനും മടിയില്ല. തിന്നാൻ പോവാ, പുറത്തു പോവാ, ഇതിലൊന്നും അവന് മടിയില്ല. ബാക്കി പണിയെടുക്കാൻ പോവാ വേറെ എന്തെങ്കിലാണെങ്കിൽ അവന് മടിയാണ്. Who is most likely to say I am not well while they are lazy? കറക്കി കുത്തി നിനക്കല്ലേ വന്നു. എന്നും താമസിച്ചിട്ട് ഓരോരോ ന്യായങ്ങളായിരിക്കും. എനിക്ക് തലവേദന. ശരി, ഇന്നലെ തലവേദന, മിന്നാന്ന് വയറായിരുന്നു. ഇന്നെന്തായിരുന്നു? ഇന്ന് ബാത്റൂമിലാന്ന് പറഞ്ഞു. ഇന്ന് ബാത്റൂമിലായിരുന്നു. അത് ലാസ്റ്റ് ഇക്കടെ ഫൈനൽ കോൾ വന്നപ്പോഴത്തേക്ക് ബാത്റൂമിലേക്കാ. അങ്ങനെ അല്ല, ശരിക്കും ബാത്റൂമിൽ ഇത് എന്തായിരുന്നു കറക്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എടാ അപ്പൊ മടി കാണിച്ചിട്ട് ഓരോരോ മുടന്ന ന്യായങ്ങൾ പറയുന്നുണ്ടോ? മുടന്നല്ല, വയ്യാന്ന് പറയുന്നത്. വയ്യാന്ന് പറയണേ അത് തന്നെ മുടന്ന ന്യായം. ഡെയിലി വയ്യായി. Who is the most likely to sleep through an important event? അതായത് എന്തെങ്കിലും ഇവന്റ്, ലൈക്ക് ഈവൻ ഒരു സിനിമ കാണണമാവാം, എന്ത് കാര്യങ്ങളും ആവാം, അതിൽ കിടന്നുറങ്ങുന്നതാണോ? അതിൽ കിടന്നുറങ്ങണം. അതിൽ ആരോ റീസൺ നീ ഞാൻ കിടന്നുറങ്ങും. പിന്നെ കൊള്ളില്ലാത്ത സിനിമ അവിടെ കിടന്ന് ഏത് സിനിമയായിരുന്നു? അയ്യോ, ഡൊമിനിക്. അതിനകത്ത് കിടന്നുറങ്ങി. അതിനു മുമ്പ് വേറെ, അതിന് മമ്മൂട്ടിയുടെ തന്നെ പടത്തിന് വേറെ ഇരുന്ന് കുറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി ഹൈറ്ററാ വന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പടത്തിനല്ല, വേറെ ബാറോസ് ആയിരിക്കും. കണ്ടിട്ടില്ല. ബാറോസിന് അറിയില്ല. ഉറങ്ങുന്ന സിനിമ കൊള്ളില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഡൊമിനിക്കിന് ഞാൻ ജസ്റ്റ് നീ ഉറങ്ങിയല്ലേ, പിന്നെ എങ്ങനെ ഇവനെ ഉറങ്ങിയല്ലേ അറിയാ? അപ്പൊ ഉറങ്ങി. അല്ല, സിനിമ വിട്, തിയേറ്റർ അല്ലാതെ വേറെ കല്യാണത്തിനോ പരിപാടിക്കോ ഏത് പരിപാടിക്കാ നീ കിടന്നുറങ്ങി? വേറെ ആരും കിടന്നുറങ്ങി? അല്ല, ഞാൻ കല്യാണത്തിനൊക്കെ പോയി തിന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരും. ആ കത്തരയിലൊക്കെ കല്യാണത്തിന് വേണ്ടി അവിടെ കിടന്നുറങ്ങി. എന്തോ ആളാ നീ. അല്ല പിന്നെ ഏതാണ്? ഞാൻ ഉറങ്ങാറൊന്നുമില്ല. അത് ഇവിടെ കിടന്നുറങ്ങില്ല. നോബൽ പ്രൈസ് അങ്ങനെയാണെങ്കിൽ എനിക്കായിരിക്കും. കഴിവ് അനുസരിച്ച്. കഴിവ് കേടിനല്ല, കഴിവിന് നീ ചിരിക്കില്ല. ഞാൻ കമന്റ് ചെയ്തത് ഞാൻ തിരിച്ചിട്ടില്ല. നോബൽ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ചാർലി ബിസിബിക്കാണ് ഏറ്റവും കൂടുതൽ ഇക്കാര്യമാണ് കൊടുക്കാം. ഇവനൊക്കെ സഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങളല്ലാണ്ട് സഹിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോ അത് അങ്ങനെ അവാർഡ് ഗോസ് ടു ഫോക്കസ് മെയിൻ. Who is most likely to try a weird food and actually like it? Weird food try ചെയ്യാന് എനിക്ക് ഇഷ്ടമല്ല. അത് ചാലിയാസായിരിക്കും weird food ഒക്കെ കഴിക്കുന്നത്. അത് പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ജാബിർ എന്ന ആളാണ് നമ്മുടെ ക്രൂവിലുള്ള, നമ്മുടെ എഡിറ്റർ കം ക്യാമറ കം എല്ലാം ആയിട്ടുള്ള ജാബി. ജാബി മറ്റേ പഞ്ചസാര ഉപ്പും എല്ലാം കൂടി കൂട്ടി തിന്നുന്ന ആളാണ്. ചോറ് കഴിക്കുന്നതാണോ? ചോറിനല്ല, ഏതിന്റെ കൂടെ ഫുൾ മിക്സഡ് ആയിട്ട് കഴിക്കും, കഴിക്കും. അതായത് നിങ്ങൾ കണ്ടിട്ടില്ല? അത് ചപ്പാത്തിന് വെച്ചാൽ അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടി തിന്ന ഏതാ വിയറല്ല. നീ വിയറായിട്ട് എന്താ തിന്നുന്നേ? പുട്ടും മീൻകറി പഞ്ചസാരയും ജാബി കഴിക്കും. അതാണ് പുട്ടും മീൻകറിയാണ് ഓക്കെ, പുട്ടും പഞ്ചസാരയാണ് ഓക്കെ. പക്ഷെ ഇത് മൂന്നും കൂടി ചേർന്നാല് എനിക്കിഷ്ടമല്ല കേട്ടോ, മധുര എരിവും കൂടെ വരുന്നത്. പക്ഷെ ചില സാധനങ്ങളൊക്കെ നെല്ലിക്കന്റെ സാധനം, അതില് ഉപ്പും പഞ്ചസാര ഇട്ട നൈസാ. ആ ജ്യൂസ് നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാര നൈസാണ്. നൈസാണ്. അതല്ല, മീൻകറിയും പഞ്ചസാര ഇവിടെ ചോറും
നല്ല കട്ടത്തൈരും പഞ്ചസാരയും അടിപൊളി. അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചില്ല. കഴിച്ചു നോക്ക്, അടിപൊളിയാ. കട്ടത്തേരും ചോറും ഓക്കെ പക്ഷെ പഞ്ചസാര കൂടി വന്നു അടിപൊളി. യോഗേട്ട് പോലെ ഇരിക്കും. സാധനം Who is most likely to survive a zombie apocalypse? അത് Apocalypse. എനിക്ക് തീരെ താല്പര്യം. എനിക്ക് സോമ്പിയെ കാണാൻ പറപ്പാ. അല്ലല്ല അത് ചോദ്യം എന്താണ് സർവൈവ് സർവൈവ് ആയിട്ട് ഇഷ്ടമുള്ള ആരാണ്? അടിപൊളിയാ. കൂടുതൽ സർവൈവ് ചെയ്യുന്നത് രാശരി. കാരണം പുറത്തേക്കിറങ്ങൂല. റൂമിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയാലേ ആവശ്യമുള്ളൂ. അതും അപ്പൊ പിന്നെ തമ്മിൽ പുറത്തൊക്കെ ഇറങ്ങും. അതല്ലേ ഇപ്പൊ സൂമ്പിനെ കണ്ട സൂമ്പി ആരാ രാശിക്കാരാന്ന് തിരിച്ചറിയണ്ടേ? അയ്യോ അതെന്താ അത് കറക്റ്റ് സാധനം, അത് സത്യം. പൊളി പൊളി. ഞാൻ പൊളി എന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ മോന്ത വീർപ്പിച്ചിരുന്നു പറഞ്ഞിട്ട് കമന്റ് വരും. പൊളി പൊളി അടിപൊളി സാധനം. ഇതുപോലത്തെ ചളികൾ പറയുമ്പോൾ നമ്മൾ പ്രശംസില്ലെങ്കിൽ എന്റെ പേരിൽ കമന്റ് വരും. അതുകൊണ്ടാണ് ഇത് പിന്നെ എന്താ സത്യം നല്ല സാധനം അവിടെ ക്രൂ നല്ല സാധനം മീൻസ് എടാ ചളിയാണ് ഇത്. ചളിയിൽ നല്ലത് ചീത്തൊന്നുമില്ല, എല്ലാം ചളിയാണ്. Who is most likely to keep things safe for memories? മെമ്മറീസിന് വേണ്ടിയിട്ട് സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് ആരാണെന്ന്. സാധനങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ്? നീ ചെയ്യലുണ്ടോ? ഞാൻ ചെയ്യലുണ്ട്. എന്തൊക്കെയാ ചെയ്യല്? ഓൾമോസ്റ്റ് അത് എന്തൊക്കെയാ സേഫ് ആക്കി വെച്ചിട്ടുള്ളത്? എനിക്ക് കിട്ടിയാണ് ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ. ആണെങ്കിൽ ഞാൻ 10 പഠിക്കുമ്പോൾ 10 7 to 10 അതിന്റെ ഇടയ്ക്ക് പഠിക്കുമ്പോൾ ഒരു പാവ് കിട്ടിയിട്ടുണ്ട്. യോഗ ഷട്ടി മേടിച്ചത് മൂന്നാറിൽ നിന്ന്. നിങ്ങൾ വന്നപ്പോ എന്റെ റൂമിൽ ഒരു പാവ് മനസ്സിലായി. സത്യം. എനിക്ക് അതുപോലെ ഞാൻ സേഫ് ആക്കി വെക്കലുണ്ട്. സേഫ് ആക്കി അത് ഓൾമോസ്റ്റ് അത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ആ ഒരു ഹാബിറ്റ് ഉള്ള കാര്യമാണ്. ഗിഫ്റ്റ് കിട്ടുന്ന സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. എഡ്വിൻ ബിസിമിന്റെ എന്ത് മെമ്മറീസ് അല്ല അതൊന്നും ഉണ്ടാവില്ല. എഡ്വിൻ ബിസിയുടെ കാര്യത്തിൽ ഞാൻ എനിക്കറിയത്തില്ല. ചാൻസസ് ഇല്ല. എഡ്വിനെ അങ്ങനെ സേഫ് ആക്കി സാധനങ്ങള് വെക്കുന്നത്. റൂംമേറ്റ് പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് എനിക്കെതിരെ കമന്റ് വരണ്ട. റൂംമേറ്റ് പറയട്ടെ. അവിടെ എന്റെ സാധനങ്ങൾക്ക് പോലും സേഫ് അല്ല. അതാണ് പ്രശ്നം. ഓക്കെ, എല്ലാവരും ഒട്ടിപ്പിക്കുക. എല്ലാവർക്കും ബർത്ത്ഡേ ഗിഫ്റ്റ്, അല്ലെങ്കിൽ ബൂട്ട് ക്യാമ്പിൽ വരുന്ന ഗിഫ്റ്റ്, അല്ലെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടിപ്പിക്കുക. ആൾക്കാർ സേഫ് നല്ല മെമ്മറീസ് സേഫ് ആക്കി വെക്കലുണ്ട്. വന്ന ലെറ്റേഴ്സ്, ലവ് ലെറ്റർ. Who is most likely to cry during a sad movie? അത് ഞാൻ ഇല്ല. ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ, അത് ലാഗനാണ് ഗൈസ്. തിയേറ്ററിൽ പോയ സമയത്ത്. കാരണം നമ്മളെ പണി എന്ന് പറയുന്ന മൂവിയിൽ ആ ഒരു സീൻ വരുന്ന സമയത്ത് ലാഗൻ എന്റെ തൊട്ടുപിടിച്ച് ഇന്ന് ഓരോ കരച്ചിലായിരുന്നു. സൗണ്ടിലാണ്ടായിരുന്നു കേട്ടത് ഗൈസ്. കരയോനെ പിന്നെ ഇത് ചീത്ത വിളിക്കാം. അവനെ അടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ വേറെ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. വേറെ ആരെയും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനത്തെ മൂവി സിനിമയായിട്ട് എടുക്കാം. ക്രൈ ഇല്ല, ഒച്ചപ്പാടുണ്ടാക്കും. അങ്ങനത്തെ മൂവി അങ്ങനെ വന്നിട്ടില്ല. അതെ അതെ. എടാ അതല്ല, പക്ഷെ നമ്മളങ്ങനെ ഇങ്ങനെ ക്രൈ ചെയ്യാനുള്ള അങ്ങനെ മൂവീസ് അങ്ങനെ കണ്ടിട്ടില്ല തോന്നുന്നുണ്ടല്ലേ? ഭയങ്കര ആടുജീവിതം പിന്നെയും ആടുജീവിതത്തില് ഇമോഷണൽ ആയി, പക്ഷെ അങ്ങനെ ഇമോഷണൽ ആയിട്ടാണ്. ഞാൻ കരയായിരുന്നു. Who is most likely to snore solo? Snore പറഞ്ഞ കൂർക്കം വലിക്കല്ലേ? അത് വേറെ ആരും ഇല്ല ഇവിടെ. ഇവിടെ മുതുക് കൂർക്കം വലിയ. എന്തോ നിനക്കില്ലേ? എനിക്ക് കൂർക്കം വലിയൊന്നും ഇല്ല. നീ അറിയാ കൂർക്കം വലിക്കല്? കേട്ടറുണ്ട്. എവിടെ വെച്ചെന്നോ? വർക്കലേ പോയപ്പോഴത്തേക്ക് പിന്നെ ആരടുത്താ നീ കിടന്നത്? ഡെയിലി ഓർമ്മിച്ച് വെക്കുന്നത്. കല്യാണത്തിന് അതും മറന്നു പോയോ? എനിക്ക് ഓർമ്മയില്ല. ആരൊക്കെ കൂടെ കിടക്കുന്നു ഇവരൊക്കെ ഒറ്റക്കാ കിടക്കുന്നേ, റൂമിൽ ഒറ്റക്കാ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ എന്നോട് പക്ഷെ അത് സെറ്റാണ്. ഞാൻ മാത്രമല്ല, ജാമ്യുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുറുക്കം വലിക്കുന്നത് ജാബിർ ആയിരിക്കും. നമ്മുടെ എഡിറ്റർ, ക്യാമറ എല്ലാം ജാബിർ. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നവരാണ്. ബോഡി ഭയങ്കര ടയർഡാവും. അതുകൊണ്ട് കിടന്ന് പണിയെടുക്കുന്നത് അതെന്ത് പണിയാ എനിക്കറിഞ്ഞൂടാ. കിടന്നോണ്ട് എന്ത് കിടന്നോണ്ട്? അല്ല കിടന്നോണ്ട് ഫോണിൽ എന്തെങ്കിലും പണി നിർത്തും. അങ്ങനെ ആൾക്കാർ പിടിച്ചോ. ഇതെന്താ തുറക്കാനുള്ള? Who is most likely to regret right after taking decision? ആരാണ് റിഗ്രറ്റ് ഉണ്ടാവില്ല? റിഗ്രറ്റ് അടിക്കാറുണ്ട്, ഡിസിഷൻസ് എടുക്കാറില്ല. ഇനി ഏത് കാര്യത്തിൽ റിഗ്രറ്റ് അടിക്കുന്നത്? പിന്നെ ഏത് കാര്യത്തിൽ റിഗ്രറ്റ് അടിക്കുന്നത്?
എടാ പറയട്ടെ. ഏത് കാര്യത്തിലൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം കുറച്ച് റിഗ്രറ്റ് ഒക്കെ അടിക്കാറുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ അറിയാം വായി തുറന്ന് വിളിച്ചൊക്കെ വെറുതെ ആ സമയത്ത് അതൊക്കെ പറയണം. എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും തോന്നാറുണ്ടെന്ന് തോന്നുന്നു. ചില ഡിസിഷൻസ് നമ്മൾ അട്ടർ ഫ്ലോപ്പ് ആവും. അതെ. അട്ടർ ഫ്ലോപ്പ് ആകുമ്പോഴത്തേക്കും അത് റിഗ്രറ്റ് അടിക്കും. ഒരു അട്ടർ ഫ്ലോപ്പ് ആയി. അതെന്റെ അപ്പനും അമ്മയല്ലേ വരണ്ട ആദ്യം. എല്ലാവരുടെ ഡിസിഷൻ ഫ്ലോപ്പ് ആയിരുന്നു. അതിപ്പോ എല്ലാരും പറയുന്നുണ്ടല്ലോ. ഇത് നാട്ടുകാർ മൊത്തം പറയുന്നു. അത് വേറെ കാര്യം. ഇനിയിപ്പോ അടുത്തത് എന്താന്ന് വെച്ചാ അടുത്തത് എന്താന്ന് വെച്ച് തുറന്നാലും കളിയാക്കിക്കോ. കേട്ടല്ലോ. ഞാൻ കളിയില്ല. റിയാലിറ്റി നാട്ടിൽ പോയപ്പോ നാട്ടുകാർ പറഞ്ഞതാണ്, അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലത്. നിന്നെ കുറിച്ച് നല്ലത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അതെ. Who is most likely to forget where they parked their vehicle? ഉണ്ടോ അങ്ങനെ ഉണ്ടോ? ജാമ്പിയുടെ വണ്ടി ഡിയോ കൊണ്ട് ആശാൻ ഫുഡ് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ വണ്ടി വെച്ചു സാധനം മേടിച്ചു. തൊട്ടപ്പുറം വേറെ ഡിയോ ഉണ്ടായിരുന്നു. തിരിച്ചറിഞ്ഞ് വന്നിട്ട് താക്കോൽ ഇട്ടിട്ട് താക്കോൽ ഓടാവുന്നില്ല. അറിയോ എങ്കിൽ പിന്നെ തൊട്ടപ്പുറം ഇരിക്കുന്ന ലിയോയിൽ ഇട്ട് നോക്കുവല്ലേ ചെയ്തേ. ആശാൻ ആ വണ്ടി അവിടുന്ന് ഒന്നിക്കൊണ്ട് മുടിക്കാൻ വരെ കൊണ്ട് വെച്ചു. അത് അവിടുത്തെ ഒരു പുള്ളിനെ പിടിച്ച് തള്ളിച്ചോണ്ട് ഇവിടെ മുടിക്കാൻ വരെ കൊണ്ട് വെച്ച്. വല്ലവന്റെ വണ്ടി വണ്ടിമാരെ എടുത്തിട്ട് വന്നു. ഇരിക്കും നമ്മുടെ വണ്ടി. വണ്ടിമാരെ എടുത്ത് വന്ന് കഴിച്ചത് വാസ്കോ ആണ് കഴിച്ചതൊക്കെ. കടയായതുകൊണ്ട് കൊറേ അതെ അറിയാവുന്ന കടയുടെ ആയതുകൊണ്ട് അടി കിട്ടിയില്ല. അത് കൂടെ കിട്ടിയാലേ. Who is most likely to spend 30 minutes looking at the phone while holding it? വക്രി ഫുൾ ടൈം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഉദ്ദേശിച്ചത്? 30 minutes ഒന്നും ഇല്ല, 24 hours ആണെങ്കിൽ അവന് റീൽസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, പക്ഷെ ഇൻസ്റ്റാഗ്രാം അപ്പോഴത്തേക്ക് എഴുതി കാണിക്കും ഈ 2-3 വർഷത്തെ ഇത് നീ മൊത്തം കണ്ടു തീർത്തെന്ന് പറഞ്ഞ്. അതുകൊണ്ട് വിട്ടുകളെ. എവിടെ പോയാലും ഇങ്ങനെ ഇരിക്കും. ആ ചായക്കടയിൽ പോയി ചായ കുടിച്ചോണ്ടിരിക്കും. ഫോൺ റീൽസ് അഡിക്റ്റ് ആണ്. റീൽസ് അഡിക്റ്റ് ആണ്. ഷൂട്ടിനിടയിൽ നമ്മള് ബാറ്ററി ചേഞ്ച് ചെയ്യാനോ മെമ്മറി കാർഡ് ചേഞ്ച് ചെയ്യാനോ ക്യാമറ ഓഫ് ചെയ്യാനോ അപ്പൊ എടുക്കും ഫോൺ. എടുക്കുന്നത് മാത്രമല്ല ഷെയറാ. ഷെയർ ഉണ്ട് കഴിച്ചൊക്കെ. ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. എന്താ ആവശ്യമുള്ളത്? അത് ആണുങ്ങൾക്ക് ആവശ്യമുള്ള നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ ആവശ്യമുള്ളത് ബിസിനസ് ഐഡിയാസ് ആവാം, ചിലപ്പോ പുതിയ ഫാഷൻ ഡ്രസ്. ബിസിനസ് ഐഡിയാസ് അതാരാ? അയ്യോ ബലൂണൊക്കെ അല്ലേ അറിയത്തില്ല. ഇതൊക്കെ ആരാ? ഇതൊക്കെ ഏത് Who's most likely to take time to ready up to leave somewhere? ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആരാണെന്നത് മറ്റേ എവിടെയൊക്കെ പോകാൻ വേണ്ടി. ഇതും നേരത്തെ പറഞ്ഞ KMC Company and വക്രി അപ്പൊ 9:45 സിനിമ എങ്കിൽ 9:44 ബെഡിന്ന് എണീക്കും, റെഡിയാവാൻ നോക്കും. എടാ എവിടെയെങ്കിലും പോണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ റെഡി ആവാറുണ്ട്. എന്നിട്ട് അവസാനം ആവുമ്പോ ബാത്റൂം എന്തോ എങ്ങനെ ഇവിടെ എന്നിട്ട് നിന്നെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. സത്യമാ. നീ മാത്രല്ല വക്രി എഡ്വിൻ ബിസി വക്രി കഴിഞ്ഞാ പിന്നെ ഇപ്പൊ 10-30 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറ. ഡാൻസ് കളിക്കുന്നത് സെൽഫിഷ് ആരാ? ഉദാഹരണം പറ. ഉദാഹരണം എന്ന് വെച്ചാ ബക്രി ടീഷർട്ട് എടുത്തപ്പോ നീ ചീത്ത പറഞ്ഞില്ലേ? പിന്നെ നന്നാക്കണ്ടേ പിന്നെ ചക്കരെ. അവനെ പറഞ്ഞ് മനസ്സിലാക്കണം മോനെ ഇങ്ങനെ ചെയ്യല്ല. എന്നിട്ട് നിന്റെ ടീഷർട്ട് എടുക്കലുണ്ടോ ഇല്ലയോ, ചളയാക്കലുണ്ടോ ഇല്ലയോ? അതായത് ഒരു കാര്യം മര്യാദക്ക് പറഞ്ഞിട്ട് അനുസരിക്കില്ലെങ്കിൽ ചീത്ത പറയണം, എന്നിട്ട് കേക്കിൽ 2 അടി കൊടുക്കണം, എന്നിട്ട് കേക്കില്ലെങ്കിൽ കൊന്നു കളയണം. അങ്ങനെയാണ് സത്യം. നാളെ പോകുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലെ കിടിലൻ ചാലഞ്ച് കൂടിയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.